ഹായ്, കേൾക്കുന്നുണ്ടോ? യൂട്യൂബിൽ ലൈവ് വരാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണം യൂട്യൂബിൽ ഇപ്പോൾ ലൈവ് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നത്. ഇതേ ഞാൻ ലൊക്കേഷനിലാണുള്ളത്. ഇവിടെ അടുത്ത സീനിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുകയാണ്. ഹായ് 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 ഹായ്, എല്ലാവർക്കും ഹായ്, എല്ലാവരോടും ഹായ്. നന്ദിനി, ക്ലിയർ ആണ്. ഹായ് ശ്രീ, ക്ലിയർ ആണെന്ന്. ബാബാ ഇടി. അപ്പോൾ യൂട്യൂബിൽ ഉറപ്പായിട്ടും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ലൈവ് വരുന്നതായിരിക്കും. കാരണം ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇന്ന് യൂട്യൂബ് ചാനലിൽ എനിക്ക് ലൈവ് വരാൻ പറ്റൂല. വേദ ചേച്ചി ഒന്ന് കാണിക്കുമോ? വേദ ചേച്ചിയെ കാണിക്കാമല്ലോ. എല്ലാവരും കാണിക്കാം. എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദിനി ഒന്ന് വിളിക്കുക, അവരെയൊക്കെ ഒന്ന് വിളിക്കോ. ലൈവ് അല്ലല്ല ഇൻസ്റ്റ. നന്ദിനി ഇവിടെ ഉണ്ട്. നമ്മുടെ നന്ദിനി ശരിയായി കൊടുക്ക്. എനിക്ക് കണ്ടൊരു ഇൻസ്റ്റാഗ്രാം പിള്ളേനു 96. അതെ, അനുവിന്റെ ഇൻസ്റ്റഗ്രാം എല്ലാരും ഫോളോ ചെയ്യണം. പിള്ളേനു 96. അനു ഒന്ന് വിളിക്കുക എല്ലാരും. അതിനുള്ളിൽ പോയി റേഞ്ച് ഉണ്ടാവൂല. ശിവേനെയും സന്തോഷേട്ടനൊക്കെ വിളിക്കുക. വേദ ചേച്ചി നെക്സ്റ്റ് സീനിലുള്ള കോസ്റ്റ്യൂമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വേദ ചേച്ചി എത്രയും പെട്ടെന്ന് തന്നെ വരും. ഹായ് ഗോപിക, സുമേഷ്, ഷൈനി, രാജ്. ഹായ്, ആരൊക്കെ നോക്ക്. ഹായ്, നന്ദിനിയേട്ടത്തി ഇല്ലേ? നന്ദിനിയേട്ടത്തിനല്ലേ ഇപ്പൊ കണ്ടേ? ഹായ് തരുമോ? ഹായ് ഹായ്. നമ്മുടെ സുധാകരൻ മാഷ് ഇന്നെല്ലാരും കരയിപ്പിച്ച സുധാകരൻ മാഷ് ഇന്നെല്ലാരും കരയിപ്പിച്ചെന്ന് പറഞ്ഞ്. അപ്പൊ 9 മണിക്ക് എല്ലാരും കാണണം. അടിപൊളി എപ്പിസോഡാണ്. ഇന്ന് കരഞ്ഞു പോകും ശരിക്കും. അങ്ങനത്തെ പെർഫോമൻസ് ആണ് മാഷിന്റെ. ഞങ്ങള് ഇന്ന് കുറച്ച് നമുക്ക് അല്ലേ, ഇന്നലെ കുറച്ച് ലേറ്റ് നൈറ്റ് ഒക്കെ ഷൂട്ട് പോയോണ്ട് ഇന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ കിട്ടി. സന്തോഷേട്ടാ, എന്താ പറയാനുള്ളേ? എന്താണ് എല്ലാ കണ്ട് വിജയിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാഷിന്റെ പെർഫോമൻസ് സൂപ്പർ. വേറൊന്നും പറയാനില്ല. നിങ്ങളാണ് നമ്മുടെ ശക്തി. ഓക്കെ, നിങ്ങളൊന്ന് സംസാരിക്കും. ഞാൻ അപ്പോഴേക്കും ഒരാളെയും കൂടെ വിളിച്ചിട്ട് വരാം. നിങ്ങൾ മെസ്സേജിന് റിപ്ലൈ കൊടുത്തെടുത്തോ. ഹായ്, ഹലോ, നമസ്കാരം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് പവിത്ര ലൊക്കേഷൻ. ഇനി എന്താ പറയുന്ന, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ ലൊക്കേഷൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. മാഷിന്റെ അഭിനയം സൂപ്പർ. എല്ലാവരും അടിപൊളിയാണ്. പവിത്രം ഒരുപാട് ഇഷ്ടം. വേദ ചേച്ചി എവിടെ? ശ്രീജ ചേച്ചി ഫാൻ. ഇങ്ങനെ പോയൊരു പോക്ക്. വേദ ഇപ്പൊ വരും. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് സൂപ്പറാണ്. പക്ഷെ കരയുന്നത് കണ്ട് ഞാൻ കരഞ്ഞു. ഇതാട്ടോ നമ്മുടെ AD അർജുന്റെ ഒരു പ്രത്യേകത, അവന്റെ ഷർട്ട് മൊത്തം അവന്റെ തലകളായിരിക്കും. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ക്യാമറമാൻ. ഞാൻ എല്ലാം ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പ്രിയൻ, ക്യാമറമാൻ പ്രിയനോടൊപ്പം മറ്റേതാണ്ടൊക്കെ പറയാം. ഇത് ഡയറക്ടർ സുനിൽ കരിയാട്ടുകര സാറാണ്. ഫിലിം ഡയറക്ടറാണ്. എന്റെ അല്ല, ശ്രീകാന്തിന്റെ ലൈവ്. നോ പ്രോബ്ലം സാർ. ഇച്ചിരി ഷൈ ആണ്, നോ പ്രോബ്ലം. ഇതാണ് നമ്മുടെ ശ്രീകാന്ത് എന്ന് പറയുന്ന നായകൻ. ഇദ്ദേഹത്തിന്റെ പേജിലൂടെയാണ് നിങ്ങളിപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരുപാട് അന്വേഷിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. ഇതാ നിങ്ങളൊക്കെ ചോദിച്ച വേദ ചേച്ചി. ഹലോ. സീരിയൽ കൂടെ കിട്ടുമോ? റിക്വസ്റ്റ് ആണ്. സീരിയല് സാറ്റർഡേ കൂടെ കിട്ടും. എത്രയും പെട്ടെന്ന് തന്നെ സാറ്റർഡേ സൺഡേയും കൂടെ സീരിയൽ വരും, ഉറപ്പായിട്ടും വരും. അതെന്നാണ് ഡേറ്റ് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ അത് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ. നമ്മുടെ കമലാമ്മ വേദ ചേച്ചി കുറെ പേര് പറയുന്നുണ്ട് ഹായ്. ഇന്നലെ നമുക്ക് ലേറ്റ് നൈറ്റ് ഷൂട്ടായിരുന്നു, 2 മണി വരെ ഷൂട്ട് പോയി. അപ്പൊ ഞാൻ ഉറങ്ങായിരുന്നു. അതെ അതെ രാത്രിയായിരുന്നു ഇന്നലെ. എന്താന്ന് കണ്ടു കാണുന്നു. അതെ, അത് നിങ്ങൾ കണ്ടറിയണം. അത് നമ്മൾ പറയില്ല, സർപ്രൈസ് ആണ്. സർപ്രൈസ് ആണ്. അല്ല മാം, അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും 100ാമത്തെ എപ്പിസോഡിലെ ലൈവ് ഒട്ടും ക്ലിയർ ആയില്ല. അപ്പൊ അതും കൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ലൈവ് നിങ്ങൾ ഇതായിട്ട് കണക്കാക്കുന്നത്. അതെ, ചായയും പഴംപൊരിയും കഴിച്ച് ഇരിക്കുകയാണ്. ഞാനുണ്ടായിരുന്നു പഴംപൊരി, ഞാൻ കഴിച്ചില്ല. അപ്പോ 100 ഡേയ്സ് അന്ന് ഭയങ്കര മഴയായിരുന്നു. ആൻഡ് നമ്മള് ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ കറണ്ട് ഇല്ലായിരുന്നു എല്ലാം. അപ്പൊ നമ്മള് ലൈവ് പോയപ്പോ അറിയാൻ പറ്റിയില്ല ആക്ച്വലി ഇത്രയും കണക്ഷൻ മോശമായിരുന്നു. അപ്പൊ പിന്നെ ലൈവൊക്കെ കഴിഞ്ഞാണ് നമ്മൾ കണ്ടത്. അപ്പോ അത് എന്തായാലും നമുക്ക് ഇന്ന് ആ ഒരു ഇത് ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട ഫാമിലി. ഹായ് വിക്രം. ഹായ് ഹായ് കമലാമ്മ അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നയനയുടെ കല്യാണം വിളിച്ചോന്ന് ആരോ ചോദിച്ചു. നയനയുടെ കല്യാണം വിളിച്ചിട്ടുണ്ട്. നയനയുടെ കല്യാണത്തിനുണ്ടാവും. ഏത് ഡിസ്ട്രിക്റ്റ് അതെന്താ മനസ്സിലായില്ല. 3 പേരും അടിപൊളി പെർഫോമൻസ് ആണ്. താങ്ക് യു. ഞങ്ങളുടെ പേജ് പോയത് അറിഞ്ഞോ? പേജ് പോയതൊക്കെ അറിഞ്ഞു. അത് എന്താണ് ഇഷ്യൂ എന്ന് അറിഞ്ഞൂടാ. കുഴപ്പമില്ല, നമ്മുടെ പേജ് പോയാലും നമ്മൾ പുതിയ പേജ് എടുത്ത് നമ്മൾ 3 പേജ് പോയി. നമ്മൾ പുതിയ പേജ് കൊണ്ട് തിരിച്ചു വരും. നമ്മൾ അങ്ങനെയൊന്നും പെട്ടെന്ന് തകർന്നു പോവില്ല അല്ലേ? കുറെ പേജ് റിപ്പോർട്ട് അടിച്ച് പോയി എന്ന് പറയാണ് നമ്മുടെ. അതിലൊന്നും കാര്യമില്ല. നമ്മൾ വീണ്ടും അടുത്ത പേജ് തുടങ്ങാന്നല്ലാണ്ട് അതിലൊന്നും നമ്മൾ വലിയ എല്ലാ ഹായ് 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 എല്ലാവർക്കും ഹായ്. അഞ്ജലി ബാലകൃഷ്ണൻ, നല്ല രസമുണ്ട് കാണാൻ രണ്ടുപേരും. താങ്ക് യു. അമ്മ, ചേച്ചി, ചേട്ടാ സുഖമാണോ? അതെ, സുഖാണ്. അനിലേച്ചി ഷൂട്ടിലാണ് ഇപ്പൊ. അതെ, അനിലേച്ചി ഇന്നും കൂടെ ഉള്ളൂ ഞങ്ങളുടെ കൂടെ. അത് കഴിഞ്ഞ പിന്നെ അടുത്ത സീരിയലിന്റെ സെറ്റിലോട്ട് പോവാണ്. അപ്പൊ അനിലേച്ചി ചേച്ചിയുടെ സീക്വൻസ് ഒക്കെ ഷൂട്ട്, അതെ, സീനൊക്കെ തീർക്കണം. അപ്പൊ അതിന്റെ തിരക്കിലാണ്. ആൾക്കാരെ മാറ്റല്ലേ പ്ലീസ്, ആൾക്കാരെ മാറ്റല്ലേ പ്ലീസ്. ഉറപ്പായിട്ടും മാറ്റില്ല, ആരും മാറില്ല. ഞങ്ങൾ ഈ സീരിയൽ അവസാനം വരെ ഞങ്ങൾ തന്നെ ആയിരിക്കും. എന്റെ വേദാ സുന്ദരി. അനില മാം അടിപൊളി. രണ്ടുപേരും സൂപ്പറാണ്. ലവ് യു ഗൈസ്. ഷൂട്ട് എവിടെയാണ്? വന്നാൽ കാണാൻ പറ്റും. ഉറപ്പായിട്ടും വന്നാൽ കാണാൻ പറ്റും. ലൊക്കേഷനിൽ ഞങ്ങളെ കാണാൻ ഒരുപാട് പേര് വരാറുണ്ട്. ഷൂട്ട് ചപ്പാത്ത് മരപ്പാലം, വിഴിഞ്ഞം മരപ്പാലത്താണ്. ഓക്കെ, ഇപ്പൊ വായിക്കാം. രമ്യ ശരൺ, കാവ്യ ഉദയ്. സ്റ്റോറി ഇതുപോലെ ഫോണെ പ്ലീസ്. ഇതുപോലെ തന്നെ പോകും. വിക്രം വേദ അഡിക്റ്റ്, ലിറ്റിൽ കുഞ്ചു, എല്ലാരും. റിഹാൻ എപ്പോഴും മെസ്സേജ് അയക്കുന്നതാണ്. റിഹാൻ ഹായ്. കുറെ പേരൊന്ന് വിട്ടുപോകുന്നു. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ? ഇന്നത്തെ കേസിയ മറ്റേ UK മെസ്സേജ് അയക്കാറുണ്ട്. വിക്രം ശ്രീകാന്ത് അഡിക്റ്റ്, വിക്രം വേദ ഹാർട്ട് ബീറ്റ്. ഹെൽത്തൊക്കെ ഓക്കെയാണ് ഇപ്പൊ. പോലീസ് അടിച്ച സീൻ സൂപ്പർ ആയിരുന്നു. സങ്കടം വന്നു. ഞങ്ങക്ക് സങ്കടം വന്നു. ചേച്ചി ഉയിർ. ഓ ദേവു. ചില പേര് പറഞ്ഞു ഞാൻ നമ്മളുടെ
ഈ പോലീസ് ഇടിച്ചിട്ട് ഞാൻ ചൂട് അത് ആ സീൻ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ മൂക്ക് ചുവന്നിരിക്കുന്നു ഒത്തിരി പേര് അതെനിക്കറിയില്ല, ഞാൻ കരയുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു. അതായത് ഒട്ടും ഇതില്ലാതെ പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത്, ഞാൻ ആക്ച്വലി ആ ഇത് കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെയാ ഞാൻ എന്റെ മൂക്ക് ശ്രദ്ധിച്ച കമന്റ്സ് നോക്കിയിട്ട് അപ്പോഴാണ് എല്ലാരും പറഞ്ഞത് മൂക്ക് ചുമന്നിരിക്കുകയാണ്, അത് ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു എന്ന് പറഞ്ഞു. സോ താങ്ക് യു സോ മച്ച്. സീരിയൽ ആണെന്ന് തോന്നില്ല, നമ്മളെ ഫാമിലി പോലെ ഒരു ഫീലാണ്. അത് ഞങ്ങൾക്കും അങ്ങനെ തോന്നാറില്ല. ചില സ്ഥലത്തൊക്കെ നമുക്ക് അഭിനയിക്കാൻ തോന്നില്ല. നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാരും ഒരു ക്യാരക്ടറായിട്ട് ഇങ്ങനെ ആ സീനിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെ സീരിയസ് സീൻസ് നിങ്ങൾ കാണുമ്പോൾ അതിന്റെ പുറകെ നമ്മൾ ആക്ച്വലി ഭയങ്കര ചിരിയും തമാശയും കളിയുമായിട്ടാണ് ആ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ വളരെ എൻജോയ് ചെയ്താണ് എല്ലാവരും, എല്ലാ ആക്ടേഴ്സും ഭയങ്കര കൂട്ടാണ്. ആൻഡ് ടച്ച് വുഡ് എപ്പോഴും അങ്ങനെ ഇരിക്കട്ടെ. അപ്പം അങ്ങനെ ഒരു ഇത് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. എല്ലാ ദിവസവും എണീറ്റ് സെറ്റിലേക്ക് വരാൻ തോന്നും നമുക്ക്. നമ്മുടെ അഭിനയത്തിലും കാണാൻ സാധിക്കും. അങ്ങനെയാണ്. ലൊക്കേഷൻ എവിടെ? ട്രിവാൻഡ്രം. ലൊക്കേഷൻ മരപ്പാലം, വിഴിഞ്ഞം അടുത്ത് മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ലൊക്കേഷൻ. പിന്നെ ഹായ് പറഞ്ഞ ഹായ്. അഞ്ജലി അഞ്ജു വേദ ഞങ്ങളെ കരയിപ്പിച്ചു കളഞ്ഞു. വിക്രം മുയിർ താങ്ക് യു. നന്ദന ഹലോ. അപ്പു മനീഷ, അപ്പു മുനിഷ ഹായ്. വിക്രമേത ഹാർട്ട് ബീറ്റ്. ആ സീക്വൻസ് നാച്ചുറലായി കരഞ്ഞത്. അതെ, നാച്ചുറലായിട്ട് കരഞ്ഞ് എല്ലാരും പറഞ്ഞു. ഞങ്ങളുടെ അച്ഛൻ എവിടെ? അഡിക്റ്റ് സുധാകരൻ മാഷിന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, എല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാരും ഇപ്പോ ഷോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മണികണ്ഠൻ ശിവ ഹായ് പറയൂ. ഹായ്. ഇന്നലത്തെ എപ്പിസോഡ് ഒരുപാട് വിഷമം വന്നു. അതെ, എല്ലാരും പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡ് അതിലേറെ വിഷമം വന്നു എന്നാണ് എല്ലാരും പറയുന്നത്. ആർദ്ര എസ് ആർ ഹായ്. ദേവു പിള്ളെ ബെസ്റ്റ് പെയർ താങ്ക് യു. ബെസ്റ്റ് പെയർ ആയി മാറട്ടെ. ആ സീനിൽ വിക്രം ഒന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നു. അത് കുറെ പേര് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ. അതെ, ആ സീനിൽ രണ്ടാളും പൊളിയാണ്. അൻസി സജി താങ്ക് യു. വിക്രം വേദ അഡ്ബീറ്റ്. വേദ ചേച്ചി ഡ്രസ്സിംഗ് സൂപ്പർ. ഒരു കാര്യം കൂടെ എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. ഞാൻ ചിലവര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എൻ്റെ കോസ്റ്റ്യൂംസ് എവിടെയെന്നാണ്. അപ്പോ ആൻഡ് ചിലവര് അറിയില്ല, ചിലവര് റിപ്ലൈ ചെയ്യാറുണ്ട് അത് മീഷോ എന്നാണെന്ന്. ഞാൻ ഒരു കോസ്റ്റ്യൂംസും മീഷോ എന്ന് വാങ്ങാറില്ല. എല്ലാം ട്രിവാൻഡ്രം, ബോംബെ, ബാംഗ്ലൂർ ഈ 3 സ്ഥലത്തു നിന്നും ഞാൻ ഷോപ്പിൽ പോയി എടുക്കുന്നതാണ്. അതിന്റെ അതുപോലെ ഇരിക്കുന്നത് മീഷോയിൽ കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ കോസ്റ്റ്യൂംസ് ഞാൻ ഓൺലൈൻ അധികം ഷോപ്പ് ചെയ്യാറില്ല. ഞാൻ എല്ലാം ഷോപ്പിൽ പോയിട്ടാണ് എടുക്കുന്നത്. ഈ കോസ്റ്റ്യൂമൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ആൻഡ് കുറച്ച് ഹെവി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഞാൻ ബോംബെയിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. പിന്നെ കുറച്ചൊക്കെ ട്രിവാൻഡ്രത്ത് നിന്ന് വാങ്ങാറുണ്ട്. സോ അതാണ് എൻ്റെ കോസ്റ്റ്യൂംസിനെ പറ്റി എനിക്ക് പറയാനുള്ള. ഓൺലൈൻ ഞാനൊന്നും വാങ്ങാറില്ല. ഓക്കെ, ഞാൻ ഇനി ലൊക്കേഷനൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്രാക്ക് ഇട്ടോണ്ടിരിക്കുന്നു. ഒരു ഹായ് പറയടാ. നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ജോയിച്ചേട്ടാ ഒരു ഹായ് പറയും. ജോയിച്ചേട്ടാ ഒരു ഹായ് പറയും. ജോയിച്ചേട്ടൻ തിരക്കിലാണ്. പ്രിയൻ ചേട്ടൻ നമ്മുടെ DOP. ഇത് നമ്മുടെ AD അർജുൻ. ഒരു ഹായ് പറയാം. നമ്മുടെ ഡയറക്ടർ ഇപ്പൊ എന്നെ തല്ലിക്കൊല്ലും എന്നാണ് തോന്നുന്നത്. ഡയറക്ടർ എന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ വണ്ടി, കണ്ട. ഷാബാന ഒരു ഹായ് പറ. നമ്മുടെ ആർട്ടിലെ ഷഹബാൻ, നമ്മുടെ AD അഭിചേട്ടാ ഒരു ഹായ്. ഹായ്. ഇതാ നമ്മുടെ കൺട്രോളർ അഭിചേട്ടൻ.
ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് സീരിയൽ ഏഷ്യാനെറ്റ്. താങ്ക് യു. നമ്മുടെ എല്ലാവരും ദേ നമ്മുടെ നന്ദിനിയേട്ടത്തി ഇവിടെ ഇരിപ്പുണ്ട്. ആ, നന്ദിനിയേട്ടത്തിക്ക് ഫാൻസ് ഇല്ല എന്നാണ് നന്ദിനിയേട്ടത്തി പറയുന്നത്. പക്ഷേ നിങ്ങളുടെ നായകൻ എന്റെ വലിയൊരു ഫാനാണ്. ആ, അതെ 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 അതെ. ഇത് ഞങ്ങളുടെ സോനു ഒരു ഹായ്. നമ്മുടെ കോസ്റ്റ്യൂം പരിപാടികളൊക്കെ നോക്കുന്നത് സോനുവാണ്. സോനുവാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്ന എല്ലാ പരിപാടികളും. മാഷിനെ കുറെ പേര് ഹായ് അന്വേഷിച്ചു. മാഷിന്റെ എല്ലാവരും ഹായ് പറയും. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ മൂല, ഇരിപ്പ് മൂല. ഇത് ഞങ്ങളുടെ മേക്കപ്പ് മാൻ ജിതേഷ് ചേട്ടൻ. അപ്പൊ അവള് മുടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ, രേഷ്മ ഒരു ഹായ് പറ. ഹായ്. രേഷ്മയ്ക്ക് നാണം വന്ന്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ പവിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകള്. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചിതമാണെന്ന് വിശ്വസിക്കുന്നു. സോറി, വേദ ഷോട്ടിന് വേണ്ടി പോവാണ്. അപ്പൊ നമ്മള് ലൈവ് ഉടൻ തന്നെ ക്ലോസ് ചെയ്യാൻ പോകണം. ഒരു ഹായ് പറഞ്ഞു. ഒരു ഓൾ ദ ബെസ്റ്റ് പറയൂ. യെസ്, വേദ പ്രാർത്ഥിക്കാറുള്ള ഉമാമഹേശ്വരനാണത്. ഉമാമഹേശ്വരൻ, മഹേശ്വരൻ. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ നമ്മള് ലൈവ് ക്ലോസ് ചെയ്യാൻ പോണേ. സീൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അപ്പോഴേക്കും ലൈവ് ക്ലോസ് ചെയ്യണം. അപ്പൊ താങ്ക് യു. ആ, അതേ നന്ദിനിയെടുത്തി. ഇതെന്താണെന്ന് അറിയാമോ? ലൈവ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണെന്ന് പറഞ്ഞു കൊടുക്ക. ഇത് നമ്മൾ ഷോട്ടിനിടയിൽ ലൈറ്റും ചൂടും ഒക്കെ കാരണം നമ്മൾ നന്നായിട്ട് സ്വെച്ച് ആവും, വിയർക്കും. അപ്പൊ വിയർപ്പൊക്കെ ഇങ്ങനെ തൊളിച്ച് കളഞ്ഞ് സുന്ദരിയാവാനാണ് കൊറേ ഓൾ ദ ബെസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടാ. സുരഭി കൊറേ ഓൾ ദ ബെസ്റ്റ് വന്നിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് കൊറേ വരുതേ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ കാണാം. വീണ്ടും ഒരു ലൈവായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിൽ ലൈവ് വരാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. ഉടൻ തന്നെ വരും. അത് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ ഇപ്പോൾ 24 hours കഴിഞ്ഞിട്ട് അതിൽ ലൈവ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ലൈവ് വന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി സപ്പോർട്ട് ഉണ്ടാവണം. ഗംഭീര എപ്പിസോഡുകളാണ്. ഈ ഷെഡ്യൂൾ കുറച്ച് ഹെവി ആയിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇനി വലിയൊരു സീക്വൻസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഞാനും പോവാണ്. എനിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ലൈവായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, എല്ലാവർക്കും ഹായിട്ട്. എല്ലാവരും പേര് വായിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് എല്ലാവരും പേര് വായിക്കാൻ പറ്റിയില്ല. പറ്റുന്നവരൊക്കെ പേര് വായിച്ചു. അപ്പോൾ ഈ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അടുത്ത പ്രാവശ്യം നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ലൈവ് എന്തായാലും വരാം. താങ്ക് യു.